നെക്സ്റ്റ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് എലിപ്സ്. അപ്പോൾ നമ്മൾ സർക്കിൾ പഠിച്ചു, പാരബോള പഠിച്ചു, ഇനി എലിപ്സ്. എലിപ്സും ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ ഒരു സെക്ഷൻ്റെ ഭാഗമായിട്ട് വരും. സെക്ഷനിലുണ്ടാകുന്ന ഒരു കർവാണ്. അപ്പോൾ നമ്മൾ ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഏതാ? സർക്കിൾ. പിന്നെ സ്ലാൻഡിങ് എറ്റിൻ്റെ പാരലായിട്ടുള്ള ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് പാരബോള കിട്ടും. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്ലെയിനാണ്. പ്ലെയിൻ നമ്മൾ ഇതേപോലെ മീൻസ് ഒരു ആംഗിളിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് എലിപ്സ് എന്ന ഫിഗർ. അത് ഏകദേശം ഇങ്ങനെ വരും. ഇത് മെമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്ക് എലിപ്സിനെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ വാട്ടർമെലൻ്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ? അതാണ് എലിപ്സ്. ഞാനൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞതാണ്. വാട്ടർമെലൺ എക്സാക്ട് എലിപ്സ് എന്ന് പറയാൻ പറ്റില്ല. എലിപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റ്സിൻ്റെയൊക്കെ റൊട്ടേഷൻ എലിപ്റ്റിക്കൽ പാത്ത് നമ്മൾ വെച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിൽ? അതാണ് എലിപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും ഒരു കർവാണ്. ഓക്കെ, കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ്. ഇവിടെ ഈ കളക്ഷൻ ഓഫ് പോയിന്റ്സ് എങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ കർവ് ആൻഡ് ഇറ്റ് ഹാസ് 2 ആക്സിസ്. ഇത് മെയിൻ ആക്സിസ്, മേജർ ആക്സിസ്, ആൻഡ് ഇത് മൈനർ ആക്സിസ്. ഈ മേജർ ആക്സിസ് എ ഡാഷ് എ, ഇതിന് 2 പോയിന്റ്സ് ഉണ്ട്. മേജർ ആക്സിസിലൂടെ 2 പോയിന്റ്സ് ഉണ്ട്, ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്, F1 ആൻഡ് F2. ഈ F1ൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റ് പി എന്ന ജസ്റ്റ് പി എക്സ് വൈ എന്ന പോയിന്റ് F1ൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് F2ൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ D1ഉം ഈ D2ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇവിടുന്ന് ഇങ്ങനെ എടുത്താലും ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുത്താലും D1 പ്ലസ് D2 ഈക്വൽ ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് വ്യത്യാസമില്ല. അതായത് ഇപ്പം ഒരു 2 ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഇതിലെ ഓരോ പോയിന്റ്സിനും ഉള്ള ഡിസ്റ്റൻസിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് എലിപ്സിൻ്റെ പ്രത്യേകത. അപ്പം എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ്, not distance, sum of the distance, sum of distances from 2 particular points, 2 fixed points. 2 ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സം ഈസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെ വരുന്ന പോയിന്റ്സിൻ്റെ എല്ലാം കൂടെ യൂണിയനാണ് എലിപ്സ്. ഓക്കെ, അതായത് 2 ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈ പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രിങ് ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉള്ള സ്ട്രിങ്, ഇത്ര ഡിസ്റ്റൻസ്, ഇത്ര ലെങ്ത് അല്ല, അതായത് F1 നിന്ന് F2 വരെയുള്ള ലെങ്ത് അല്ല, അതിനേക്കാളും ഇച്ചിരി കൂടെ വലിയ ലെങ്ത് ഉള്ള ഒരു പർട്ടിക്കുലർ സ്ട്രിങ് വലിച്ചാൽ നമുക്ക് മാക്സിമം ഇങ്ങനെ വലിച്ച് ഇവിടെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പം ഈ സ്ട്രിങ്ങിൻ്റെ നീളമല്ലേ ഇതും കൂടെ വരുള്ളൂ. അതേപോലെ ഇതും കൂടെ ഈ സ്ട്രിങ്ങിൻ്റെ നീളത്തിലെല്ലാം മേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ D1 എന്നും D2 എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ രണ്ടും സെയിം ഡിസ്റ്റൻസ് അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷെ അതിൻ്റെ സം എടുക്കുമ്പോൾ സെയിം ആണ്. അങ്ങനെ കിട്ടുന്ന പോയിന്റ്സിൻ്റെ കളക്ഷൻ പറയുന്ന പേരാണ് എലിപ്സ്. അങ്ങനെ ഉണ്ടാക്കുന്ന കർവ്സിന് പറയുന്ന പേരാണ് എലിപ്സ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഒന്നുകൂടെ ഞാനത് എന്താണെന്ന് വെച്ചാൽ പറയാം. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ്. എപ്പോഴും എല്ലാ കർവ്സും കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. കളക്ഷൻ ഓഫ് പോയിന്റ്സ് സച്ച് ദാറ്റ്, പോയിന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് ഡിസ്റ്റൻസ് ഓഫ് 2 ഫിക്സഡ് പോയിന്റ്സ് മേക്ക് എ കോൺസ്റ്റന്റ്. ഇങ്ങനെയുള്ള പോയിന്റ്സിൻ്റെ കളക്ഷൻ ആ പോയിന്റ്സ് ഉണ്ടാക്കുന്ന കർവിന് പറയുന്ന പേരാണ് എലിപ്സ്. ഓക്കെ, see this is the figure I told you, and the 2 axes,
ഒന്ന് മേജർ ആക്സിസ് എ ഡാഷ് എ, നെക്സ്റ്റ് വൺ ബി ഡാഷ് ബി. ഇങ്ങനെ രണ്ട് ആക്സിസ് ആണ് ഉള്ളത്. ഇതിൽ എ ഡാഷ് എയിൽ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് F1, രണ്ടാമത്തേത് F2. F1-ൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് F2-ലേക്ക് അതേ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എ പർട്ടിക്കുലർ കോൺസ്റ്റന്റ്. ഓക്കെ, അത് എങ്ങനെ തന്നെ F1Pയും F2Pയും എങ്ങനെ ചേഞ്ച് ആയാലും അതിൻ്റെ സം ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പം P ഇട്ട് F1 വരെയുള്ള ലെങ്തിന് നമ്മൾ PF1 എന്ന് പറയും, പ്ലസ് P തൊട്ട് F2 വരെയുള്ള ലെങ്തിന് നമ്മൾ PF2 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a, where 2a ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് എലിപ്സ്. ഓക്കെ, അപ്പം എലിപ്സിന് എന്തെല്ലാം കാര്യങ്ങളുള്ളത് ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? എന്തൊക്കെയുണ്ട്? ഒന്ന്, രണ്ട് ഫോക്കസ്, രണ്ട് ഫോസിയ. ഓക്കെ, F1-ഉം F2 ഉണ്ട്. ഈ രണ്ട് ഫോക്കസിനെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് മിഡ് പോയിന്റിന് പറയുന്ന പേരാണ് സെൻറ്റർ. ഇനിയുണ്ട് മേജർ ആക്സിസ്, അതായത് ഫോക്കസ് രണ്ടും ഹോൾഡ് ചെയ്യുന്ന ആക്സിസിന് പറയുന്ന പേരാണ് മേജർ ആക്സിസ്. പിന്നുള്ളത് മൈനർ ആക്സിസ്. ഈ മേജർ ആക്സിസ് എങ്ങനെ വരികയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ലെങ്ത് കൂടിയ ആക്സിസ്, രണ്ട് ആക്സിസ് ഉണ്ടാകും. ഉദാഹരണത്തിന് വാട്ടർമെലൺ ഈ ഷേപ്പിലാണ്, അതിന് നമുക്ക് ഇങ്ങനെ വെക്കാം, ഈ കുത്തനെ നിർത്താമല്ലോ, ഇങ്ങനെ വെക്കാം. അപ്പോൾ അതിൻ്റെ ആക്സിസ് രണ്ടുണ്ട്. അന്നേരവും ഈ ലൈനും ഉണ്ട്, ഈ ലൈനും ഉണ്ട്. ഓക്കെ, രണ്ട് ആക്സിസ് ഉണ്ട്. ഒന്ന് ലെങ്ത് കുറവായിരിക്കും, അപ്പോൾ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ആക്സിസിൻ്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നു, രണ്ടാമത്തെ മൈനർ ആക്സിസ്. ഓക്കെ, അപ്പം ഇനി ഇക്വേഷൻസ് ഓഫ് എലിപ്സ്. എലിപ്സിൻ്റെ ഫിഗർ എങ്ങനെയാ? ഇത് എ ഡാഷ് എ ആൻഡ് ബി ഡാഷ് ബി. F1, here it is F2 and it is center. അപ്പോൾ നമ്മൾ A dash A is equal to 2A, B dash B is equal to 2B. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് S² by A² plus Y² by B² is equal to 1. Here A is greater than B, and if here the axis is x-axis. അപ്പം x-axis മേജർ ആക്സിസ് ആയിക്കൊണ്ട് ഉണ്ടാകുന്ന എലിപ്സിൻ്റെ ഇക്വേഷനാണ് ഇത്. S² by A² plus Y² by B² is equal to 1. ഇതിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. മേജർ ആക്സിസ് ഇതാണ്, അതിൻ്റെ ലെങ്ത് 2a ആണ്, എ ഡാഷ് എ 2a. അപ്പം ആ എ ആണ് ഇത്, S² by A² plus Y² by B². ഇനി എ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ബി, അതായത് മേജർ ആക്സിസ് മൈനർ ആക്സിസിനേക്കാളും വലുതായിരിക്കുമല്ലേ, അതുകൊണ്ട് എ ഗ്രേറ്റർ ദാൻ ബി. ഇനി വൈ ആക്സിസ് ആണ് നമ്മുടെ മേജർ ആക്സിസ് എങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരുന്നതാണ്? വൈ ആക്സിസ് ആണ് മേജർ ആക്സിസ് എങ്കിൽ ഇറ്റ് ഈസ് S² by B² plus Y² by A² is equal to 1, where A is greater than B. വൈ ആക്സിസ് ആണ് മേജർ ആക്സിസ് എങ്കിൽ എ ഡാഷ് ഇവിടെ വരും. അല്ല, ഇതിന് തലതിരിച്ച് വെച്ചാൽ എന്തായിരിക്കും? എ ഡാഷ് ആണ് വലുതായിട്ട് എപ്പോഴും നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എ ബിയേക്കാളും വലുതെന്നാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം എക്സ് ആക്സിസ് ആണ് നമ്മുടെ മേജർ ആക്സിസ് എങ്കിൽ ഇക്വേഷൻ ഇത് S² by A² plus Y² by B² is equal to 1. Here A is greater than 1. ഈ എ ബി എന്താ? എ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മേജർ ആക്സിസിൻ്റെ ഹാഫ്. അപ്പം എ ഹാഫ് ഓഫ് മേജർ ആക്സിസ്, ദാറ്റ് ഈസ് സെമി മേജർ ആക്സിസ്, ആൻഡ് ബി സെമി മൈനർ ആക്സിസ്. ഓക്കെ, ഇനി ഒരു ലെറ്ററും കൂടെ ഉണ്ട്, സി. A is equal to semi major axis, B is equal to semi minor axis. അതായത് A എന്ന് പറഞ്ഞാൽ സി
ഇത് തൊട്ട് ഇതുവരെയുള്ള ഇതിൻ്റെ ഹാഫ് അല്ലേ? ബി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ്. അപ്പം സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. അപ്പം സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ.